Hi friends, welcome back. നമ്മുടെ ഇന്നത്തെ വീഡിയോ iQOOന്റെ അടുത്ത കിടിലൻ ഐറ്റമായ iQOO Z3 എന്ന ഫോണിന്റെയാണ്. ഒരു കിടിലൻ സംഭവമാണെന്ന് പറയാം. കാരണം കിടിലൻ പ്രൈസിൽ ഒരു കിടിലൻ പ്രോസസർ, ഈ പ്രൈസ് റേഞ്ചിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കിടിലൻ പ്രോസസർ വെച്ചുകൊണ്ടാണ് ഈ ഒരു ഫോൺ ഇറങ്ങുന്നത്. സോ പ്രൈസ് റേഞ്ചിലെ ബെസ്റ്റ് ആയിരിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട, പെർഫോമൻസ് വൈസ്. സോ എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ? നേരെ വീഡിയോ. ഹായ്, അപ്പോൾ iQOO Z3 ഈ ഒരു ഫോണിന്റെ അൺബോക്സിംഗ് ആയിട്ട് ഇനീഷ്യൽ ഇംപ്രഷൻ ആണ്. നേരെ ബോക്സ് ഓപ്പൺ ചെയ്യാം, എന്നിട്ടാവാം ബാക്കി കാര്യങ്ങൾ. സോ അപ്പോൾ ഇതാണ് iQOOന്റെ ബോക്സ്. നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്യാൻ തുടങ്ങുകയാണ്. എന്തായാലും നല്ല ഡീസെന്റ് ആയിട്ടുള്ള നമ്മൾ ഇതിന് മുമ്പ് മറ്റു ബോക്സുകളെ കണ്ട പോലെ തന്നെ ഒരു നീറ്റായ ഒരു പാക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫോണിന് വന്നിരിക്കുന്നത്. ആ ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു യെല്ലോ ബോക്സ് ആണ്. ഓക്കെ, അതിനകത്ത് കേസും മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. നമുക്കത് ജസ്റ്റ് മാറ്റി വയ്ക്കാം. നമുക്ക് കാണാൻ കഴിയുന്നത് ഫോണാണ്. ഫോണും നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ചാർജർ നമുക്ക് ഇതിന്റെ ഒപ്പം വരുന്നുണ്ട്. ചാർജർ വന്നിട്ട് 66 വാട്ടിന്റെ ചാർജറാണ് ഇതിന്റെ ഒപ്പം വരുന്നത്. ബട്ട് ഡിവൈസ് 55 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. எனவே നല്ലൊരു ഫാസ്റ്റ് ചാർജർ നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് 66 വാട്ടിന്റെ ചാർജിംഗ് ഉള്ള ഫോണൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ അതിന്റെ ഒപ്പം ഇത് ഉപയോഗിക്കാം. 66 വാട്ടിന്റെ ചാർജർ വരുന്നുണ്ട്. കേബിള് ടൈപ്പ് സി കേബിളും കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ ഒപ്പം വരുന്നത്. സോ ടൈപ്പ് സി കേബിളും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഒപ്പം കൊടുത്തിട്ടുണ്ട്. ഡോക്യുമെന്റേഷനും കാര്യങ്ങളും സിഗ്നേച്ചർ ടൂളും ഒക്കെ ഇതിന്റെ ഒപ്പം ഉണ്ട് കേട്ടോ. അതിന്റെ ഒപ്പം തന്നെ കേസും ഉണ്ട്. നല്ല ട്രാൻസ്പെറന്റ് കേസാണ്. നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. സോ ഇതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഫോണിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ iQOO Z3 എന്ന് പറയുന്ന ഫോൺ. നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഒരു പ്ലാസ്റ്റിക് ബാഗ് അല്ലെങ്കിൽ പോളികാർബണേറ്റ് ബാഗ് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. റിയർ സൈഡിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, നല്ല കളറൊക്കെ ഇത്തിരി വ്യത്യസ്തമായ പല കളറുകൾ കാണുന്ന തരത്തിലാണ് ഇതിന്റെ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് റിയർ സൈഡിൽ. സോ കുഴപ്പമില്ല, നല്ല അട്രാക്റ്റീവ് ആയ ഒരു ഡിസൈൻ ഒക്കെ ആയിട്ടുണ്ടല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. എന്നെ സംബന്ധിച്ച് വലിയ കുഴപ്പമില്ലാത്തൊരു നോർമലായ ഒരു ഡിസൈൻ ആണ് കാണുന്നത്. പോളികാർബണേറ്റ് ഡിസൈൻ ആണ്. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ 6.58 ഇഞ്ച് വരുന്ന LCD ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റും 180 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഒക്കെയാണ് ഇതിൽ വരുന്നത്. സോ ഒരു നല്ല ഫാസ്റ്റ് ആൻഡ് സ്മൂത്ത് ആയ ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ ഡിസൈനിൽ ഫ്രണ്ടിൽ വരുന്നത്. നോച്ച് ഡിസൈൻ ആണ് നമുക്ക് ഫ്രണ്ടിൽ കാണാൻ സാധിക്കുന്നത്. ഓവർവ്യൂ എന്ന രീതിയിൽ നോക്കി വരുമ്പോൾ നമുക്ക് താഴത്തെ സൈഡിൽ സ്പീക്കർ ഗില്ല്, ടൈപ്പ് സി പോർട്ട്, മെയിൻ മൈക്രോഫോൺ, 3.5mm ഹെഡ്ഫോൺ ജാക്ക്. ഇതിൽ 3.5mm ഹെഡ്ഫോൺ ജാക്ക് അടക്കമാണ് വരുന്നത്. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, അത് ഫിംഗർ പ്രിന്റ് സെൻസർ ഇന്റഗ്രേറ്റ് ചെയ്താണ് വരുന്നത്. വോളിയം ബട്ടൺ കാര്യങ്ങളൊക്കെ റൈറ്റ് സൈഡിൽ തന്നെ കാണാം. ലെഫ്റ്റ് സൈഡിൽ പ്രത്യേകിച്ച് ഒന്നും വരുന്നില്ല. ടോപ്പ് സൈഡിൽ നമുക്ക് സിം ട്രേ വരുന്നുണ്ട്. നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ വരുന്നുണ്ട്. സിം ട്രേ ഒരു ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. 2 സിം അല്ലെങ്കിൽ ഒരു സിമ്മും മെമ്മറി കാർഡും എന്ന രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി റിയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്യാമറ മോഡ്യൂൾ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ്. മെയിൻ ക്യാമറ 64 മെഗാ പിക്സൽ ആണ്. സാംസങ്ങിന്റെ GW3 സെൻസർ ആണ് വരുന്നത്. സോ ലേറ്റസ്റ്റ് സെൻസറും കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ ക്യാമറയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഒരു 8 മെഗാ പിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയും 2 മെഗാ പിക്സലിന്റെ മാക്രോ സെൻസറും വരുന്നുണ്ട്. അങ്ങനെ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ്. ഫ്രണ്ടിൽ നമുക്ക് 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. സോ ക്യാമറയുടെ ക്വാളിറ്റി ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ഓവറോൾ ഈ ഒരു ഫോണിന്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. എങ്ങനെയുണ്ട് ഫോൺ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കാണാനുള്ള ഒരു ലുക്കും കാര്യങ്ങളൊക്കെ കയ്യിൽ പിടിക്കുമ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഓവർ വെയിറ്റും കാര്യങ്ങളൊന്നും തോന്നുന്നില്ല. 186, 187 ഗ്രാം വെയിറ്റ് ഒക്കെ ഇതിന് വരുന്നുള്ളൂ. സോ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, കയ്യിൽ പിടിക്കാനൊക്കെ കംഫർട്ടബിൾ ആയ ഒരു ഫോണാണ്. വേറെ ഒരു ഇഷ്യൂവും കംഫർട്ടിന്റെ ഭാഗത്ത് പറയാനില്ല. വളരെ ലൈറ്റ് വെയിറ്റ്, കംഫർട്ടബിൾ ആയ ഒരു ഫോൺ. ഇതിന്റെ തിക്നെസ് നോക്കി കഴിഞ്ഞാൽ 8.5mm ആണ്. ഓവർ തിക്നെസ്സും കാര്യങ്ങളും ഇല്ല എന്നുള്ള കാര്യം അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിന്റെ മെയിൻ ഘടകമായ പെർഫോമൻസിലേക്ക് വരാം. സ്നാപ്ഡ്രാഗൺ 768, അതായത് 765ന്റെ അപ്ഗ്രേഡഡ് വെർഷൻ ആണ് 768 എന്ന് പറയുന്നത്. ഇംപ്രൂവ്ഡ് ആണ്. 65 ആകുമ്പോൾ 2.4 GHz ആണ് ക്ലോക്ക് സ്പീഡ് ഉണ്ടായിരുന്നത്. ഇതിലേക്ക് വരുമ്പോൾ 2.8 GHz ആണ് ക്ലോക്ക് സ്പീഡ്. സോ ഒരു 15% CPU ആൻഡ് GPU ഇംപ്രൂവ്മെന്റ് ഉണ്ട്. CPU GPUന്റെ കാര്യത്തിൽ ഒരു 15% ഇംപ്രൂവ്മെന്റ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ആൻഡ് ഒരു സ്കോറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. നല്ല ഒരു ഇംപ്രൂവ്ഡ് ആയ പെർഫോമൻസും കാര്യങ്ങളുമാണ് 765 എന്ന് പറയുന്ന ആ ഒരു പ്രൊസസറിനെ വെച്ച് നോക്കുമ്പോൾ ഇതിനകത്തുള്ളത്. സോ നിങ്ങൾക്ക് 65 വെച്ചിട്ടുള്ള ഫോണുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ പ്രൈസിലാണ് വരുന്നതെന്ന് ആലോചിച്ച് നോക്കാം. ഇതിന്റെ പ്രൈസ് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇത് ഇത്രയും നല്ലൊരു ഫോണായിട്ട് മാറുന്നത്, പെർഫോമൻസ് വൈസ് ഇത്രയും നല്ലൊരു ഫോണായിട്ട് മാറുന്നതെന്ന് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഇതിന്റെ റാം ആൻഡ് സ്റ്റോറേജ് നോക്കിയാൽ 3 ടൈപ്പ് വരുന്നത്, 3 സെറ്റ് വരുന്നുണ്ട്. ഒന്ന് 8GB റാം 128GB സ്റ്റോറേജ്, 8GB റാം 256GB സ്റ്റോറേജ്, പിന്നെ ഒരു 6GB റാം 128GB സ്റ്റോറേജ്. ഇങ്ങനെ 3 വേരിയന്റുകളായിട്ടാണ് വരുന്നത്. റാം സ്റ്റോറേജ് ടൈപ്പ് ഒക്കെ നോക്കിയാൽ UFS 2.2 സ്റ്റോറേജ് ആണ്. LPDDR4X റാമും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ആൻഡ്രോയിഡ് 11 ബേസ്ഡ് ഫൺ ടച്ച് ചോയ്സ് ആണ് വരുന്നത്. സോ അവിടെയും ക്ലീൻ ആണ് കാര്യങ്ങളൊക്കെ. നമ്മുടെ കയ്യിലിരിക്കുന്നത് 8GB റാം 256GB സ്റ്റോറേജ് ആണ്. സോ ഒരു മാക്സിമം പെർഫോമൻസ് ലെവൽ നമുക്ക് ഈ സ്നാപ്ഡ്രാഗൺ 768ന്റെ മാക്സിമം പെർഫോമൻസ് ലെവൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യൂസർ എക്സ്പീരിയൻസിൽ ഒരു ഇഷ്യൂ ഇല്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം കുറെ അധികം ആപ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്.
വേണ്ടാത്ത കുറേ എണ്ണമൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് സാധിക്കുകയും ചെയ്യും. ഫൺ ടച്ച് ചോയ്സ് പക്ഷേ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് ഇപ്പോഴത്തെ നല്ല നീറ്റ് ആയ ഒരു UI ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ iQOOന്റെ പല ഫോണുകളും റിവ്യൂ ചെയ്തു. ഇന്ന് കൂടി ഒരു അൺബോക്സിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. iQOO 7 Legend അതിന്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഐക്കണിലുണ്ട് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട്, മറക്കാതെ പോയി കണ്ടു നോക്കുക. അതിന്റെ FPS ടെസ്റ്റ് ഒക്കെ കിടിലമായിരുന്നു. അതിന്റെ വീഡിയോ നമ്മുടെ ടെക് റൈഡ് ചാനലിലുണ്ട്. അതിന്റെ ലിങ്കും ഐകാർഡിലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലൊക്കെ ഉണ്ട്. കണ്ടു നോക്കുക. ഗെയിം ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കിടിലൻ സാധനമാണ്. അതിന്റെ വീഡിയോ കാണാൻ മറക്കണ്ട. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഐക്കണിലുണ്ട്. സോ നോർമൽ യൂസിനൊന്നും യാതൊരു ഇഷ്യൂസും ഇല്ല. ഗെയിമിങ്ങിനും യാതൊരു പ്രശ്നവുമില്ല. ഓവർ ഹീറ്റിങ്ങും കാര്യങ്ങളും ഒന്നും വരുന്നില്ല. ഇപ്പോഴേക്ക് നമുക്കിവിടെ കാണാം ചെറിയൊരു ഗെയിം പ്ലേ. ഫോൺ എൻ്റെ കയ്യിൽ ഇന്ന് കിട്ടിയിട്ടേ ഉള്ളൂ. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഇന്ന് കിട്ടിയിട്ടേ ഉള്ളൂ. സോ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം ചെറിയൊരു ഗെയിം പ്ലേ. അത്യാവശ്യം നല്ല ഡീസന്റ് ആയ ഒരു ഗെയിം പ്ലേ ആണ് കിട്ടുന്നത്. പെർഫോമൻസിൽ കാര്യമായ യാതൊരു ഇഷ്യൂവും കണ്ടില്ല. അതേപോലെ തന്നെ അതിന്റെ ഹീറ്റിംഗ് ലെവലും കാര്യങ്ങളും നോക്കിയാലും ഓവർ ഹീറ്റിംഗ് ഒന്നും കണ്ടില്ല. ബട്ട് വെയിറ്റ്, ഞാനൊന്ന് നോക്കട്ടെ എങ്ങനെയുണ്ട്. കുറച്ചൊക്കെ നന്നായിട്ട് ഗെയിമൊക്കെ കളിച്ചിട്ട് നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ പറയാം ഇത് എങ്ങനെയുണ്ട്, ഇത് മാക്സിമം ലെവലൊക്കെ എങ്ങനെയുണ്ടെന്നുള്ള കാര്യം ഗെയിമിംഗ് റിവ്യൂ ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ അതിൽ കൃത്യമായിട്ട് പറയാം. സോ ഒരു ഓവറോൾ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് നോക്കിയാൽ അടിപൊളിയാണ്. 6 GB റാം 8 GB റാം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. 8 GB റാമിന്റെ ഒപ്പം ഒക്കെ എക്സ്റ്റൻഡഡ് റാം എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെ സ്റ്റോറേജിൽ നിന്ന് വേണമെങ്കിൽ 3 GB റാം കൂടി എടുത്ത് 3 GB സ്റ്റോറേജ് കൂടി എടുത്തിട്ട് റാമിനോട്ട് ചേർത്ത് 8 GB റാമിന്റെ ഫോണിനെ 11 GB റാം ആക്കിയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ ഈ ഫോണിന് ശേഷിയുണ്ട്. സോ വേണമെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. ട്രൈ ചെയ്യേണ്ട, അത് ഓട്ടോമാറ്റിക്കലി ആവശ്യം ആവുന്ന സാഹചര്യത്തിൽ തനിയെ വർക്ക് ചെയ്തോളും. സോ പെർഫോമൻസിന്റെ ഭാഗത്ത് ഒരു തരത്തിലുള്ള ഒഴിവും കാര്യങ്ങളും ഒന്നുമില്ല. പെർഫെക്റ്റ് ആണ്. പ്രൈസ് റേഞ്ച് നോക്കണം, ഞാൻ പറയാം. പിന്നെ ഹീറ്റിംഗ് വരാതിരിക്കുന്നതിന്റെ കാരണം 5 ലെയർ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെയാണ് ഇവർ ഇതിനകത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 5 ലെയർ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കണം ഈ ഹീറ്റിംഗ് ഒന്നും വലിയ കുഴപ്പമില്ലാണ്ട് അല്ലെങ്കിൽ വലിയ കാര്യമായിട്ട് ഫേസ് ചെയ്യാതെ വളരെ ഡീസെന്റ് ആയിട്ട് കൺട്രോൾ ആവുന്നത്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ വരും ദിവസങ്ങളിൽ വ്യക്തമായിട്ട് പഠിച്ചിട്ട് അല്ലെങ്കിൽ നന്നായിട്ട് യൂസ് ചെയ്തിട്ട് ഞാൻ പറയാം. ഇപ്പോഴേക്ക് യാതൊരു ഇഷ്യൂസും നമുക്ക് ഇതിന്റെ ഭാഗത്ത് തോന്നിയിട്ടില്ല. ഇതിന്റെ ബാറ്ററി വരുന്നത് 4400 mAh ആണ്. 55 വാട്ടിന്റെ ചാർജ് ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. ഫാസ്റ്റ് ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ചാർജർ ഞാൻ പറഞ്ഞ പോലെ 66 വാട്ടിന്റെ ചാർജർ ഉണ്ട്. കൂടിയ ചാർജറൊക്കെ ഉണ്ട്. പക്ഷെ ഇതിൽ 55 വാട്ടേ സപ്പോർട്ട് ചെയ്യുള്ളൂ. ഒരു 19 മിനിറ്റ് കൊണ്ടൊക്കെ ഒരു 50% ബാറ്ററി ചാർജ് ആവുക. അതേപോലെ ഒരു 50 മിനിറ്റിനുള്ളിലൊക്കെ ഫുൾ ആയിട്ട് ചാർജ് ആവുന്ന സംവിധാനമാണ് ഈ 55 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. സോ ബാറ്ററി പോലുള്ള കാര്യങ്ങളൊക്കെ അടിപൊളി സെറ്റപ്പ് ആണ്. ഇനി ഇതിന്റെ ഡിസ്പ്ലേ നിങ്ങൾക്ക് ഇവിടെ സാമ്പിൾ കാണാം. ഒരു നല്ല ക്ലീൻ LCD ഡിസ്പ്ലേ ആണ്. ബട്ട് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണുന്ന തരത്തിലുള്ള ഒരു വിഷ്വൽ ക്വാളിറ്റിയാണ് ഇതിന്റെ ഡിസ്പ്ലേ നമുക്ക് തരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേ ആണ്. ഒപ്പം തന്നെ 180 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. സോ ഓവറോൾ നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ തന്നെയാണ്. LCD ഡിസ്പ്ലേ ആണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഫിംഗർ പ്രിന്റ് സെൻസറും മറ്റു ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നോക്കാം. ഫിംഗർ പ്രിന്റ് സെൻസറിന്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. എങ്ങനെയുണ്ട് ഇതിന്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന പോലെ തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഫേസ് അൺലോക്കിന്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. യാതൊരു ഇഷ്യൂസും നമുക്ക് ഫേസ് അൺലോക്കിന്റെ ഭാഗത്തും ഇതിനകത്ത് വരുന്നില്ല. വളരെ ഡീസന്റ് ആയ ഫാസ്റ്റ് ആയ ഒരു ഫേസ് അൺലോക്ക് സംവിധാനമാണുള്ളത്. ഇനി അതേപോലെ തന്നെ സാർ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ 0.94 ആണ് ഹെഡ് സാർ വാല്യൂ വരുന്നത്. 0.75 ആണ് ബോഡി സാർ വാല്യൂ വരുന്നത്. സോ ആ മേഖലകളിലൊന്നും വേറെ ഇഷ്യൂസ് ഒന്നും പറയാനില്ല. പിന്നെ അതേപോലെ തന്നെ OTG സപ്പോർട്ട് കാര്യങ്ങളുണ്ട്. ക്യാമറ ടു API വൈഡ് ബൈൻ എലമെന്റ് സർട്ടിഫിക്കേഷൻ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഡീസന്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ വേറെ ഇഷ്യൂസ് ഒന്നും മറ്റ് ചെറിയ ചെറിയ സ്പെക്കിന്റെ ഭാഗത്തും വരുന്നില്ല. ഇനി ഇതിന്റെ ക്യാമറ സെഗ്മെന്റ് മെയിൻ ഘടകമാണ്. ഏറ്റവും പുതിയ സെൻസറൊക്കെ വെച്ചുകൊണ്ടാണ് വരുന്നത്. 64 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയാണ്. സാമ്പിളുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓവറോൾ എങ്ങനെയുണ്ട് ഇതിന്റെ ഇമേജ് സാമ്പിളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? മെയിൻ ക്യാമറ ഇമേജുകളാണ് കാണുന്നത്. എങ്ങനെയുണ്ടെന്ന് നോക്കുക. ജസ്റ്റ് കയ്യിൽ കിട്ടിയിട്ടേ ഉള്ളൂ. ഇതിന്റെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ക്യാമറ ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലും അല്ലെങ്കിൽ എന്താ പറയാ ഷോർട്സിലൂടെയൊക്കെ വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ അവിടെ ധാരാളമായിട്ട് ഷെയർ ചെയ്ത് തരാം. അപ്പൊ നിങ്ങൾക്ക് തന്നെ വരുന്ന 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ഈ സംഭവമൊക്കെ ഞാൻ ഷെയർ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് തന്നെ ക്ലിയർ ആയിട്ടൊരു പിക്ചർ കിട്ടും എങ്ങനെയുണ്ട് ഈ ഒരു ഫോണിന്റെ ക്യാമറ എന്നുള്ളത്. എനിക്ക് ഓൾറെഡി വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ? മെയിൻ ക്യാമറ ഇമേജുകൾ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ഷെയർ ചെയ്യാം. ഇനി നമുക്ക് ഇതിന്റെ വീഡിയോ സാമ്പിളുകൾ കൂടി കുറച്ചൊന്ന് കണ്ടു നോക്കാം. ഹായ്, അപ്പോൾ നമ്മുടെ ഈ ഒരു ഫോണിന്റെ 64 മെഗാ പിക്സൽ മെയിൻ ക്യാമറയുള്ള വീഡിയോ ക്വാളിറ്റിയാണ്. ഫുൾ HD 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. എങ്ങനെയുണ്ട് ഇതിന്റെ ക്വാളിറ്റി? ഡയറക്റ്റ് സൺലൈറ്റ് ആണ്. അപ്പോൾ ഈ ഒരു ലെവലിൽ കിട്ടുന്ന ഒരു ക്വാളിറ്റിയാണ് നിങ്ങളിവിടെ കാണുന്നത്. സോ ഇത് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുള്ള കാര്യം നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. വെയിൽ പോകുന്നുണ്ട്. ലൈറ്റ് മാറുന്നതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഡിഫറൻസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കണ്ട് മനസ്സിലാക്കാം. സ്റ്റെബിലൈസേഷൻ ലെവൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ കാണാം. ഫുൾ HD 30 ഫ്രെയിം പെർ സെക്കൻഡിൻ്റെ ഒരു സ്റ്റെബിലൈസേഷൻ ലെവലാണ് നമ്മൾ ഈ കണ്ടത്. ഇതിപ്പോൾ 60 FPS ഒരു സ്റ്റെബിലൈസേഷൻ ലെവലാണ്. എങ്ങനെയുണ്ട്? ഇത് 4K ഒരു വീഡിയോ ക്വാളിറ്റിയാണ്. സ്റ്റെബിലൈസേഷൻ കൂടി നോക്കിയോളൂ. വീഡിയോ ക്വാളിറ്റിയും സ്റ്റെബിലൈസേഷനും നിങ്ങൾക്ക് ഇതിൽ കണ്ട് മനസ്സിലാക്കാം. എന്തായാലും സ്റ്റെബിലൈസേഷൻ ലെവൽ ഇങ്ങനെയാണ്. ഇതിൻ്റെ സെൽഫി ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റിയാണ്. ഡയറക്റ്റ് സൺലൈറ്റ്
സണ്ണത ഇപ്പോൾ പോയി. എങ്ങനെയുണ്ട്? ഒരു ക്ലൗഡി സിറ്റുവേഷൻ ആണ്. ഓവറോൾ ഇതാണ് ഇതിൻ്റെ സെൽഫി ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത്. നമുക്കതിൻ്റെ സ്റ്റെബിലൈസേഷൻ കൂടി ഒന്ന് നോക്കിയാലോ. സോ അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സ്റ്റെബിലൈസേഷൻ ലെവലും കാര്യങ്ങളൊക്കെ. സോ ഇതൊരു അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ ആണ് എൻ്റെ ഇന്ന് കിട്ടിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു കിട്ടിയ പാടെ നേരെ വന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുകയാണ് ചെയ്യുന്നത്. അത്യാവശ്യം ഗെയിമും കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയിട്ട് നേരെ വീഡിയോ എടുക്കുകയാണ്. സോ അഗ്രസീവായിട്ട് യൂസ് ചെയ്യുമ്പോഴൊക്കെ എങ്ങനെയുണ്ടാവും നമുക്ക് നോക്കാം. എന്തായാലും ഓവറോൾ ഒരു കിടിലൻ സെറ്റപ്പിലാണ് ഈ ഫോൺ നിൽക്കുന്നത്. നല്ല ഒരു നീറ്റായ ഒരു ഡിസൈനും കാര്യങ്ങളും, ഓവർ വെയിറ്റ് കാര്യങ്ങളില്ല, നല്ല ബെസ്റ്റ് ഇൻ ക്ലാസ് പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ്. ബെസ്റ്റ് ഇൻ ക്ലാസ് എന്ന് പറയുമ്പോൾ പ്രൈസ് പറയണ്ടേ. ഈ പറഞ്ഞ കിടിലം പെർഫോമൻസ് ഉള്ള പ്രോസസ്സറും കാര്യങ്ങളും, റാമും സ്റ്റോറേജും, അതേപോലെ തന്നെ ഈ ഒരു 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ്, 66 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്, 55 വാട്ടിന്റെ ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നു. ക്യാമറ, ഇമേജ്, സാമ്പിൾ, സ്റ്റെബിലൈസേഷൻ എല്ലാ മേഖലയിലും വരുന്നു. ഓവറോൾ ഇതെല്ലാം നമുക്ക് എത്ര രൂപയ്ക്കാണ് ഈ പ്രോസസ്സർ അടക്കം നമുക്ക് കിട്ടുന്നത്? അതൊരു പ്രധാന ഘടകമല്ലേ. 6 GB റാം 128 GB സ്റ്റോറേജിന് 19,990 പ്രൈസ് വരുന്നത്. 20,000 താഴെയാണ് നമുക്ക് ഈ ഒരു പ്രോസസ്സർ വരുന്നത്. കഴിഞ്ഞിട്ടില്ല, കുറച്ചും കൂടി കാര്യങ്ങളുണ്ട്. 8 GB റാം 128 GB സ്റ്റോറേജിന് 20,990. 8 GB റാം 256 GB സ്റ്റോറേജിന് 22,990. ഇതിൽ തന്നെ ഓഫറുകളുണ്ട്. ICICI കാർഡിന്മേൽ 1,500 രൂപയാണ് ഓഫർ ഇരിക്കുന്നത്. ആമസോൺ കൂപ്പൺ കൂടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു 1000 രൂപ കൂടി എക്സ്ട്രാ കിട്ടും. സോ ഒരു 17,490 രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സറും കാര്യങ്ങളും വെച്ചിട്ടുള്ള ഇത്രയും നല്ലൊരു പെർഫോമൻസ് ഉള്ള ഫോൺ. സോ ഈ ഒരു പ്രൈസിനാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്പെക്ക് എല്ലാം ഉള്ള ഒരു ഫോൺ കിട്ടുന്നത്. സോ എങ്ങനെയാണ്? ആമസോൺ കൂപ്പൺ ചിലപ്പോൾ എല്ലാവരുടെ കയ്യിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എങ്കിൽ പോലും 18,500 ഈ ഒരു ഫോൺ അടിപൊളിയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമന്റ് ആയിട്ട് ഷെയർ ചെയ്യാം. ഇതിന്റെ സെയിൽ ആമസോണിലും iQOO.com ഉണ്ടായിരിക്കും. 8-ാം തീയതി മുതലാണ് സെയിൽ ആരംഭിക്കുന്നത്. 1 മണിക്കാണ്. സോ ആ ഒരു ടൈമിൽ ചെക്ക്ഔട്ട് ചെയ്യുക. പർച്ചേസ് ചെയ്യണമെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുക. സോ ഓവറോൾ ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ എന്ന രീതിയിൽ, ഒരു അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ എന്ന രീതിയിൽ എനിക്ക് ഇത്രയുമൊക്കെയാണ് പറയാനുള്ളത്. സോ അത്രയുമാണ് ഇന്നത്തെ ഒരു ചെറിയ അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.